ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പറമ്പിലേക്കുള്ളൊരു യാത്രയാണ് ഗായ്സ്. ഉപ്പാപ്പാൻ്റെ പറമ്പിലേക്കുള്ളൊരു യാത്ര. ഉപ്പാപ്പാൻ്റെ തോട്ടമാണ്, ഉപ്പാപ്പ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ ഉപ്പാപ്പക്ക് വരുത്തില്ല, ഉപ്പാപ്പക്ക് അസുഖകാരനായതുകൊണ്ട് ഉപ്പാപ്പ നോക്കലില്ല. ഞാളെ വല്ലപ്പോഴും വരും, അല്ലാണ്ട് വൃത്തിയാക്കലൊന്നുമില്ല. കാരണം മൊത്തം നശിച്ച് കിടക്കുകയാണ്. ഉപ്പാപ്പ ഇവിടെ ചെയ്തിരുന്നത് കൂടുതലും കുരുമുളക് കൃഷിയാണ്. കുരുമുളക് ഇപ്പോൾ ഇതിലില്ല, കാരണം എല്ലാ കൊല്ലവും ഉണ്ടാവും. അതെല്ലാം ഞങ്ങൾ പറിച്ച് കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. പിന്നെ ഞങ്ങൾ മുളകൊന്നും വാങ്ങലില്ല കടയിൽ നിന്ന്, കാരണം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് ഗൈസ് വൈബ്. ഇവിടെ മൊത്തം അധികവും പിന്നെ പേരക്കന്മാരുണ്ട്. എടുത്ത് പറയേണ്ട സംഭവം തന്നെയാണ്. ഇപ്പോൾ ചെറുങ്ങനെയാണ് ഇത്, ഞാൻ നിലത്ത് നിന്ന് എടുത്തതാണ് ഗൈസ്. പിന്നെ മുരിങ്ങയില ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ മേലത്തെ പറമ്പിൽ ഒരു ചക്കേൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട, കാരണം ചക്കയാണ് ഇവിടെ മെയിൻ ഇതായിട്ട്. പിന്നെ ചക്ക ഇങ്ങനെ മൂടി വെച്ചത് പന്നി വരുന്നതിനാണ്, അപ്പോൾ അപ്പാപ്പ ഇങ്ങനെ മൂടി വെച്ചതാണ്. ഞാൻ തൊട്ട് നോക്കുന്നതൊന്നും എനിക്കൊന്നും അറിയുന്നില്ല, എന്നാലും വെറുതെ തൊട്ട് നോക്കിയതാണ്. ഞാൻ ഗ്ലാസ് പ്ലാവ്, അതിൻ്റെ മുളകിൻ്റെ ഒരു ചെറിയൊരു മുളകുണ്ട്, അതാണ് ഞാൻ വീഡിയോ എടുത്തത്. ഈ ഒരു രണ്ടാമത്തെ ഒരു ഫ്ലോർ എന്ന് പറയുന്നത് മൊത്തം കുരുമുളക് ആയിട്ടുള്ളൊരു തന്നെയാണ്. പിന്നെ ഗൈസ് ഈ ഒരു കാട് പണ്ട് ഓണത്തിന് ആന ഇറങ്ങിയിരുന്നു, ഇരോടിയായിരുന്നു വന്നത്. ആ വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു കാടാണത്. ഇത് എത്ര നന്നാക്കിയാലും നന്നാവാത്ത ഒരു കാടാണ്. നല്ല രസമാണ് അങ്ങോട്ട് നോക്കുമ്പോൾ. പിന്നെ ഇന്നത്തെ മഴ കാരണം നശിച്ചൊരു സാധനമുണ്ട്. ഞങ്ങളെ വാഴക്കൊല ഉണ്ടായിട്ടുണ്ട്. നോക്കുമ്പോൾ വാഴ അപ്പടി വീണ് നശിച്ചു പോയിട്ടുണ്ട്. ഞാൻ മൂത്തക്കോ നല്ല നോക്കുന്നുണ്ട്. വാഴക്കൊല ഒന്ന് വെട്ടണം, കാരണം വൃത്തികേടായിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സപ്പോട്ട ഗൈസ്, എല്ലാ കൊല്ലവും ഉണ്ടാവലുണ്ട് സപ്പോട്ട. ഇതിപ്പോൾ ഞങ്ങൾ ഒരു കായയെ വെച്ചിട്ടുള്ളൂ, കാരണം ബാക്കിയെല്ലാം പറിച്ചു. ഞങ്ങൾക്ക് ഓർമ്മയില്ലേനു ഇതാണ് സപ്പോട്ട മരം. ഇതിപ്പം കുഴിച്ചിട്ടൊന്നല്ല, ഇത് ചെറിയൊരു വാങ്ങി കുഴിച്ചിട്ടായിരുന്നു. ഇത്രയും വലുതായി. ഇതെല്ലാം ഉപ്പാപ്പാൻ്റെ ഒരു തന്നെയാണ്. പിന്നെ മുള, ബാക്കി മൊത്തം കുരുമുളകിൻ്റെയാണ്. അതുപോലെ തന്നെ തെങ്ങ്, പിന്നെ നാരങ്ങ എപ്പോൾ ഉണ്ടാവലുണ്ട്, കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഗൈസ് അതിനോടെല്ലാം ബായ് പറഞ്ഞ് നമ്മൾ പോവാണ്. അടുത്തേക്ക് കീയാണ്. പിന്നെ പിലിമ്പി ഗൈസ് എടുത്ത് പറയേണ്ടതാണ്. ഇപ്പോൾ പിലിമ്പീൻ്റെ സീസൺ ആയതുകൊണ്ട് പിലിമ്പിയിൽ കുറേ പിലിമ്പിയുണ്ട്. പിന്നെ ഗൈസ് അതിനോട് താത്തയെല്ലാം പറഞ്ഞു പേരയ്ക്കെല്ലാം കഷ്ടം മുറിച്ച് തിന്ന് ഗൈസ്. കുറേ ആളുണ്ടല്ലോ. പിന്നെ ഗൈസ് അത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ബൈ ബൈ.